ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ ഈ ഷോപ്പിലേക്കായിരുന്നു ഞങ്ങളുടെ ഈവനിങ് വാക്കൗട്ട്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ, 20. ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഏകദേശം ഒരു 10 റിയാൽ തൊട്ട് 30 റിയാലിനകത്തേ വരുന്നുള്ളൂ കേട്ടോ. എന്ത് സാധനം പർച്ചേസ് ചെയ്താലും അതാ. നിങ്ങൾ ഈ ചെരുപ്പ് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എല്ലാ കടകളിലും ഇപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകത. തണുപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പുകൾ, ഡ്രസ്സുകൾ. പക്ഷേ ഈ ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 റിയാൽ തൊട്ട് 15 റിയാൽ വരെയാണ്. നിങ്ങൾ ആ ചെരുപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് 12 റിയാലിൻ്റെ ചെരുപ്പാണ്. അപ്പോൾ ഏകദേശം ഈ റേറ്റിലൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇത് 12 രൂപയായിട്ട് തന്നെ വരുന്നുള്ളൂ. പക്ഷെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണ്ട കേട്ടോ, നാട്ടിലേക്ക് പൈസ കൂടുതലാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ പൈസ വെച്ച് നോക്കുന്നതേ ശരിയാവുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പയ്യെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണ്. അതും അതേപോലെ തന്നെയാണ്. എല്ലാം ഈ കോൾഡ് സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വെറ്റർ മോഡൽ ഡ്രസ്സുകളാണ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ പുതിയ കളക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മാറും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും തിരഞ്ഞിട്ട് കിട്ടിയില്ല. ഇതൊക്കെ വലിയ വലിയ ഡ്രസ്സുകളാണ്. അപ്പം ഞങ്ങൾ പിള്ളേരുടെ സെക്ഷനിൽ എങ്ങാനും ഞങ്ങൾക്ക് പറ്റിയ ചെറിയ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കി നടന്നതാണ്. അങ്ങനത്തെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പതിയെ കോസ്മെറ്റിക് സൈഡിലേക്ക് തിരിഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് പതിയെ നിന്ന് പോകുമല്ലോ. അപ്പം ഞങ്ങളൊന്നും വാങ്ങിയില്ല ഇവിടുന്ന്. പക്ഷെ എന്നാലും കോസ്മെറ്റിക്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു. അവിടെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് കമ്പനിയുടെ മസ്കാര, ലിപ്സ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ഏകദേശം ഈ ഒരു റേറ്റിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ, അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഇതൊരു കമ്പൽസറി പ്രൊഡക്റ്റാണ്. ഇവിടെ എല്ലാവരും നല്ലപോലെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നടന്ന് വീണ്ടും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ യൂണിഫോമിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇന്നർ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഹൈ നെക്കുള്ള ഒരു ഇന്നർ. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വേറെയും നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പയ്യെ നടന്നു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞങ്ങൾ അന്വേഷിച്ച സാധനം എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇതിനെ പതിയെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഇതൊരു 2 എണ്ണം വാങ്ങിച്ചു. ഇതായിരുന്നു വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം. ഇത് ഒരെണ്ണത്തിന് 13 റിയാലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പർച്ചേസിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. എന്നാലും വന്നതല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതിയെ ഞങ്ങളുടെ നടപ്പ് വീണ്ടും തുടങ്ങി. അങ്ങനെ പതിയെ ഈ പാൻറ് സെക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ജീൻസിൻ്റെ ഒരു ടോപ്പാണ്. നന്നായിട്ടില്ലേ? ഏകദേശം ഒരു 20 റിയാലേ ഉള്ളൂ ഇതിന്. പക്ഷെ കാണാൻ നല്ല രസമുണ്ടല്ലേ? വെച്ച് നോക്കി, പക്ഷെ എടുത്തില്ല. കാരണം സാലറി വന്ന ശേഷം വേണമല്ലോ അടുത്ത പർച്ചേസിന് വരാൻ. അപ്പം ഞങ്ങൾ പതിയെ പിന്നെ അവിടെ നടന്ന് എല്ലാ മോഡൽ ഡ്രസ്സുകളും കഴിഞ്ഞു. പതിയെ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ, തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പം വന്ന കളക്ഷൻസ് എല്ലാം ഈ ഒരു മോഡലാണ് കേട്ടോ. പക്ഷെ ഇട്ടിരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങളിത് ഓൾറെഡി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ, ഇതൊക്കെ ഇവിടെ മേക്കപ്പ് ഇട്ട് വയ്ക്കുന്ന ബോക്സാണ്. നമ്മുടെ നാട്ടിലെ ട്രോളി ഹാമ്പർ പോലെ ഇല്ലേ, ഇതിലൊക്കെയാണ് ഇവിടെ മേക്കപ്പ് പ്രൊഡക്ട്സ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയ നല്ല നല്ല ബാഗുകൾ ഏകദേശം ഒരു 20 തൊട്ട് 25 റിയാലിനുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാഗ്സിൻ്റെ സെക്ഷനൊക്കെ നോക്കി. ചെരുപ്പിൻ്റെ ഒരുപാട് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടം തൊട്ട് പുറകിൽ അങ്ങോട്ട് അറ്റം വരെയും ചെരുപ്പുകളാണ് കൂടുതലുള്ളത്. അപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് അതിലേക്ക് അധികം നോക്കിയില്ല, കാരണം അങ്ങനെ വാങ്ങാനുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്. ഈ പേഴ്സ് എങ്ങനെയുണ്ട്? ഇതും അതെ, 25 റിയാലിൻ്റെ പേഴ്സാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പയ്യെ ഞങ്ങളിവിടെ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. നമുക്ക് പറ്റിയ മഫ്ലർ ക്യാപ്പ്, അതിന് ചേർന്ന് തന്നെ ഷോള്, കയ്യിലുള്ള ഗ്ലൗസ്, ഇതൊക്കെ ഒരു കോംബോ ആയിട്ട് കിട്ടുകയാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയൊരു കിറ്റില്ലേ, നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. അവർക്ക് ഈ ഫസ്റ്റ് ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ കിറ്റിലുണ്ട്. ഇതും ഏകദേശം 20 to 25 റിയാലിനകത്താണ് കേട്ടോ വരണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ എന്നാൽ പിന്നെ ഇതിന് ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചാണ് നടന്ന് തുടങ്ങിയത്. വന്നിട്ട് 10-15 മിനിറ്റേ ആയുള്ളൂ. എന്നാലും എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടിട്ട് പോകാനാണ്. ഇതിപ്പോൾ ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ. ഹോസ്റ്റലിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ്, തണുപ്പ് തുടങ്ങിയ പിന്നെ. അപ്പം ഞങ്ങളും നോക്കി, പക്ഷെ വാങ്ങിയില്ല. ഇനി 3 ആൾക്കും കൂടെ ഓഫുള്ളൊരു ദിവസം വന്നിട്ട് വേണം ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാൻ. പിന്നെ ഞങ്ങൾ പയ്യെ ബാക്കി സ്വെറ്ററിൻ്റെ ടൈപ്പ്, കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബേബീസിന് നമ്മൾ ആദ്യം കൊടുക്കുന്ന പോലെയല്ല, ഇവിടെ എല്ലാത്തിനും എല്ലാ സെറ്റപ്പുള്ള ഡ്രസ്സായിരിക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചെയർ, ഈ ചെയറിനൊക്കെ 29 റിയാലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പയ്യെ പോയി കൊച്ചുങ്ങളുടെ സെക്ഷനിൽ നോക്കാൻ തുടങ്ങി. കാരണം അവിടെയാണല്ലോ നമ്മുടെ അളവിന് കിട്ടുക. നമ്മുടെ അല്ല അവളുടെ കേട്ടോ, ഞങ്ങൾക്ക് വലിയവരുടെ തന്നെ നോക്കണം. എന്നാലും പയ്യെ വന്ന അവൾക്ക് പറ്റിയ ഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മുകളിൽ മെയിൽ സെക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടത്. അപ്പം ശരി, എന്നാൽ പോയി ജസ്റ്റ് നോക്കിയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പയ്യെ അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആൾക്കാരുടെ തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട്
വേഗം തിരിച്ച് വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ബാത്തിങ് ഗൗൺ പോലത്തെ ഡ്രസ്സാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിയേ ഉള്ളൂ. വാങ്ങാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്നില്ല. പിന്നെ സോക്സ് ഇവിടെ കമ്പൽസറി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഒത്തിരി ടോയ്സ് ഉണ്ട്. വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളെപ്പോലുള്ളവർക്ക് എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പം അതൊക്കെ നോക്കി പതിയെ ടീ ഫ്ലാസ്ക്, അതുപോലെ ഇലക്ട്രിക്കൽ ബലൂൺ പമ്പ്, ഇവിടെ എല്ലാത്തിനും, അതായത് ഇവിടെ എല്ലാ ഫെസ്റ്റിവൽസും നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഫ്ലാസ്ക്, ഇനിയിപ്പോൾ ചുടുവെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലായിരിക്കുമല്ലോ തണുപ്പ് തുടങ്ങിയപ്പോൾ. ഇതൊക്കെ ഏകദേശം നോർമൽ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പയ്യെ ഇറങ്ങാം. ഇനിയിപ്പോൾ തിരിച്ച് നടക്കേണ്ട സമയമായി. ഏകദേശം 5:30 ആയെങ്കിലും നിങ്ങൾ നോക്കിക്കോട്ടോ. ഇപ്പോഴും നല്ല വെയിലുള്ളതുപോലെ തോന്നും, പക്ഷെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ പയ്യെ തിരിച്ചു പോകുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ബോർഡ്. അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ടേണിങ് വഴിയാണ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേക പർച്ചേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് പിന്നെ പയ്യെ നമ്മുടെ ടേണിങ് വഴി ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ഡ്യൂട്ടിയും റൂമുമായിട്ട് ഇരുന്നാൽ പോരല്ലോ, എന്തേലും പുറത്തൊക്കെ പോകണ്ടേ. അങ്ങനെ വിചാരിച്ച് ഇറങ്ങിയതാ. ആകെ ഇതാവുമ്പോൾ നമുക്കൊരു അരമണിക്കൂറിനകത്ത് പോയിട്ട് വരാം. പോലും വാങ്ങലും തിരിച്ച് വരലും എല്ലാം കൂടെ ഒരു അരമണിക്കൂർ മതി. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് ഡേ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവുകയും ചെയ്യും. പിന്നെ നടക്കുന്ന വഴിയിൽ കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇനി തിരിച്ച് പോയിട്ട് വേണം നൈറ്റിലേക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ അതും കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി ഏകദേശം ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അരാമിക്സിൻ്റെ വാൻ കണ്ടത്. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ മുകളിൽ കാണുന്ന ബ്രിഡ്ജ് വഴിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോവുക. ഈ ഒരു ബ്രിഡ്ജ് മാത്രം നടന്നാൽ മതി. അതുകൊണ്ട് നടക്കാനുള്ള ദൂരവും ഇല്ല. ഇതൊക്കെ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെയൊക്കെ വൈകുന്നേരം സമയത്താണ് OP. അപ്പോൾ നല്ല തിരക്കുണ്ട്. പിന്നെ വരാം.